الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളും മുവഹ്ഹിദുകളുമായി ജീവിച്ചു മരിക്കുവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും അധികം അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നാളുകളാണ് പരിശുദ്ധ റമദാൻ. എല്ലാ അർത്ഥത്തിലും അവനെ സംസ്കരിച്ചെടുക്കുകയും നന്നാക്കുകയും നല്ല ഒരു ചിട്ടയും ജീവിത രീതിയും അവന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അവൻ്റെ ആർത്തിയുടെയും അതുപോലെ തന്നെ മറ്റു നിലയിലുള്ള പൊങ്ങച്ചത്തിൻ്റെയും ഒക്കെ എല്ലാ അതിരുകളെയും നിയന്ത്രിച്ചുകൊണ്ട് ഒരു നല്ല മനുഷ്യനാക്കി മാറ്റിയെടുക്കുന്ന നാളുകളാണ് റമദാൻ. അതുകൊണ്ട് തന്നെ റമദാനിൽ ജീവിക്കുക എന്നുള്ളത് വളരെ സവിശേഷമായ കാര്യമാണ്. ആ ധന്യമായ നാളുകൾ 15 ദിവസം പിന്നിട്ടു. ഇന്ന് 16ാമത്തെ ദിവസമാണ്. ഇനി ഒരു 4 ദിവസം പിന്നിടുമ്പോൾ റമദാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ അവസാനത്തെ 10ലേക്ക് നാം കടക്കും ഇൻഷാ അല്ലാഹ്. അത്ര വേഗമാണ് ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുന്നറിയിപ്പ് ഈ സന്ദർഭത്തിൽ നാം ഓർക്കുന്നത് നന്നായിരിക്കും. അത് നമ്മുടെ ആയുസ്സിനെ കുറിച്ച് ചിന്തിക്കാനും നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ച് ആലോചിക്കുവാനും ഒന്നുകൂടി സ്ഫുടം ചെയ്തെടുക്കപ്പെടുന്നവരായി നമ്മളെ മാറ്റി തീർക്കുവാനും അത് വഴിയൊരുക്കും. പ്രവാചകൻ പറഞ്ഞത്
കാലത്തിൻ്റെ സ്പീഡിനെ കുറിച്ചാണ്, സമയത്തിൻ്റെ വേഗതയെക്കുറിച്ചാണ്. നമ്മൾ തന്നെ സാധാരണ പറയാറുണ്ട്, എത്ര വേഗത്തിലാണ് റമദാൻ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇനി ഇതിനേക്കാൾ വേഗതയിലായിരിക്കും ബാക്കിയുള്ള ദിവസങ്ങളുടെ പോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത്, കാലം സമയം വളരെ സ്പീഡിൽ പോകാതെ അടുത്തടുത്ത് വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്നാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞത്, ഒരു വർഷം ഒരു മാസം പോലെയും, ഒരു മാസം ഒരാഴ്ച പോലെയും, ഒരാഴ്ച ഒരു ദിവസം പോലെയും, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെയും, ഒരു മണിക്കൂർ തീ കത്തിപ്പിടിക്കുന്നത് പോലെയുമായിരിക്കും. നമ്മൾ ഗ്യാസ് ലൈറ്റ് അതുപോലെയൊക്കെ ഇങ്ങനെ കത്തിക്കാറില്ല, അപ്പോൾ തീ ഒന്ന് ആളും, ആ ആളല് പോലെ ആയിരിക്കും ഒരു മണിക്കൂറിൻ്റെ അവസ്ഥ എന്നാണ്. അത്ര വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മിൽ നിന്ന് വേഗത്തിൽ വിട പോയിക്കൊണ്ടിരിക്കുന്ന റമദാൻ നമ്മിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു പകുതി കഴിഞ്ഞല്ലോ. അപ്പം ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എത്രത്തോളം ഇത് നേടാൻ ആർജിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്ത, മുഹാസബത്തുൻ നഫ്സ്, സെൽഫ് ഇവാലുവേഷൻ നല്ലതാണ്. കാരണം പോരായ്മ നികത്താൻ അത് വഴിയൊരുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിന്റെ ശ്രേഷ്ഠതയെയും നോമ്പിന്റെ ശ്രേഷ്ഠതയെയും കുറിച്ച് പറഞ്ഞ ഒറ്റ വചനം മാത്രം അതുമായി ബന്ധപ്പെടുത്തി ഓർമ്മിപ്പിക്കാം. പ്രവാചകൻ പറഞ്ഞു, മനുഷ്യൻ ചെയ്യുന്ന എല്ലാ നന്മകളും 10 മുതൽ 700 ഇരട്ടി വരെ നന്മ ലഭിക്കും, നോമ്പ് ഒഴികെ. ഞാനാണ് നോമ്പിന് പ്രതിഫലം നൽകുക, അള്ളാഹു പറഞ്ഞതായി പ്രവാചകൻ പറയുന്നു. എന്താണ് കാരണം? യദഉ തആമ മിൻ അജ്ലി, ഭക്ഷണം ഒഴിവാക്കുന്നത് ഞാൻ കാരണമാണ്, എനിക്ക് വേണ്ടിയിട്ടാണ്. വശറാബ മിൻ അജ്ലി, പാനീയം വേണ്ടെന്ന് വെക്കുന്നത് ഞാൻ കാരണമാണ്, ഞാൻ നിമിത്തമാണ്, എനിക്ക് വേണ്ടിയാണ്. വശഹുവതഹു മിൻ അജ്ലി, അവന്റെ ശാരീരികമായ ഇച്ഛകളും ആഗ്രഹങ്ങളും അവൻ നിയന്ത്രിച്ചു നിർത്തുന്നത് ഞാൻ കാരണമാണ്, അതുകൊണ്ട് അത് എനിക്കുള്ളതാണ്. വ അന അജ്സി ബിഹി, ഞാനാണ് അതിൻ്റെ പ്രതിഫലം നൽകുക. എല്ലാ സൽക്കർമ്മങ്ങൾക്കും പ്രതിഫലം നൽകുന്നത് അള്ളാഹു ആണ് എന്ന കാര്യത്തിൽ വിശ്വാസി സമൂഹത്തിന് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ നമസ്കാരത്തെക്കുറിച്ച് പറയാത്ത, ഹജ്ജിനെക്കുറിച്ച് പറയാത്ത, സക്കാത്തിനെക്കുറിച്ച് പറയാത്ത, നാം ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ല കർമ്മങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊന്നും പറയാത്ത ഒരു വിശേഷണം നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നോമ്പിന്റെ ശ്രേഷ്ഠതയാണ്. അപ്പൊ എന്നെക്കുറിച്ച് അള്ളാഹു പറയുമോ, അവന്റെ നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. നാം ഓരോരുത്തരും നമ്മുടെ നോമ്പിനെ കുറിച്ച് അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. കാരണം ഭക്ഷണപാനീയം വർജിക്കൽ മാത്രമല്ല നോമ്പ്, മറിച്ച് അവന്റെ വാക്കും അവന്റെ പ്രവൃത്തിയും അവന്റെ സമീപനവും അവന്റെ ഇടപാടുകളും എല്ലാം നിയന്ത്രിക്കപ്പെടുന്നതോടുകൂടി മാത്രമേ ഒരാൾക്ക് നോമ്പുകാരനായി മാറാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ഒരു വിശ്വാസിയുടെ നോമ്പ് അങ്ങനെ ആകുന്നുണ്ടോ, ആയിട്ടുണ്ടോ, ഈ കഴിഞ്ഞ 15 ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ 16ാമത്തെ ദിവസം ഈ നിമിഷം വരെ ആയിട്ടുണ്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആധികാരികമായി നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് പറഞ്ഞ് അതിൻ്റെ പ്രതിഫലം നേടിയെടുക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും നമ്മുടെ നോമ്പിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ പരിശുദ്ധ റമദാൻ മാസവും വിശുദ്ധ ഖുർആനും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണെന്ന് നമുക്കറിയാം. അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനമുണ്ട്, ഖിയാമത്ത് നാളിൽ നോമ്പും ഖുർആനും അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശക്കാരായി വരും. നോമ്പ് പറയുമത്രേ, മനഅതുഹുമു തആമ വശഹവാതി ബിന്നഹാരി ഫശഫിഇനി ഫീ.
നോമ്പ് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുകയാണ്, എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച്, നോമ്പ് അനുഷ്ഠിച്ച ഓരോരുത്തരെ കുറിച്ചും. പകൽ സമയം ഭക്ഷണപാനീയങ്ങൾ വർജിക്കാൻ കാരണം ഞാനാണ്. അവൻ ഭക്ഷണപാനീയം വർജിച്ചിട്ടുണ്ട്, നോമ്പ് പിടിച്ചിട്ടുണ്ട്, ഞാൻ അതിന് സാക്ഷിയാണ്. അതുകൊണ്ട് നീ എൻ്റെ ശുപാർശ സ്വീകരിച്ചാലും. ഖുർആൻ പറയുമത്രേ, ഞാനാണ് രാത്രിയിൽ ഇവന്റെ സുഷുപ്തി, പൂർണ്ണമായ ഉറക്കം തടഞ്ഞു നിർത്തിയത് ഞാനാണ്. അവൻ ഖുർആൻ ഓതിക്കൊണ്ട് ഉറക്കം ഒഴിച്ചിട്ടുണ്ട്, അതിന് ഞാൻ സാക്ഷിയാണ്. എൻ്റെ ശുപാർശ സ്വീകരിച്ചാലും. അപ്പോൾ അങ്ങനെ ഫയുശഫഅനി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ രണ്ട് ശുപാർശയും സ്വീകരിക്കപ്പെടുന്ന, നോമ്പിന്റെ ശുപാർശയും ഖുർആന്റെ ശുപാർശയും, അതിലും ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നോമ്പുകാരന് രണ്ട് സന്തോഷമാണുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലിസ്സായിമി ഫർഹത്താൻ, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഒന്ന്, ഓരോ ദിവസവും വൈകുന്നേരം ഇഫ്താറിന്റെ സന്ദർഭത്തിലുള്ള സന്തോഷം. അത് പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷമാണ് എന്ന് അനുഭവിച്ചറിയുന്നവരാണ് നമ്മളെല്ലാവരും. എല്ലാ ദിവസവും വൈകുന്നേരം 6:36 അത് അനുഭവിച്ചറിയുന്നു നമ്മൾ. അതൊരു വല്ലാത്ത സന്തോഷമാണ്. കാരണം രാവിലെ ഒരു 5:30 മണി മുതൽ അവസാനിപ്പിച്ച് ഒന്നും, ഭക്ഷണമാകട്ടെ പാനീയമാകട്ടെ, ഒന്നും ഉള്ളിലേക്ക് അയക്കാതെ എല്ലാം തടഞ്ഞു നിർത്തി തന്നെ നിയന്ത്രിച്ച് ഒഴിവാക്കി നിന്ന് ആ സമയത്തൊരിറക്ക് വെള്ളം, ഒരു ചീന്ത് കാരക്ക ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷമാണ്. അനുഭവിച്ചറിയുന്നവരാണല്ലോ നമ്മൾ. അത് അങ്ങനെയാണ് എങ്കിൽ ഇനി മറ്റൊരു സന്തോഷത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് ഇൻദ ലിഖാഇ റബ്ബിഹി എന്ന, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിലുള്ള സന്തോഷം. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ സൽക്കർമ്മങ്ങളിൽ മുഴുകി ജീവിക്കണം. അള്ളാഹുവിന്റെ ലിഖാ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. ആ ലിഖാഇന് കാരണം നോമ്പാണ് എന്നാ, നോമ്പും കൂടിയാണ് എന്നാ. അപ്പൊ അതുകൊണ്ട് ആ ലിഖാഇന് അർഹരാകുന്നവരിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിലാണ് ഏറ്റവും കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്തത്. നമ്മളും ഈ റമദാനിലാണ് സക്കാത്തും ദാനധർമ്മങ്ങളും ഒക്കെ പരമാവധി കൊടുത്തു വീട്ടാൻ ശ്രമിക്കുന്നത്. അതിൻ്റെയൊക്കെ കാര്യത്തിൽ നമ്മൾ എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കുക. പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ രംഗത്തും പരിഹരിക്കാൻ നാം തയ്യാറാകണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു രണ്ട് കാര്യങ്ങൾ. ലാ യലിജുന്നാറ റജുലുൻ ബക്കാ മിൻ ഖശിയത്തില്ലാ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞ മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. വദുഖാനു ജഹന്നം വലാ യജ്തമിഉ ഗുബാറുൻ ഫീ സബീലില്ലാഹി വദുഖാനു ജഹന്നം, അള്ളാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിച്ചതിന്റെ പേരിൽ ശരീരത്ത് പുരണ്ട പൊടിയും നരകത്തിലെ പുകയും ഒരിക്കലും യോജിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്ര ശ്രേഷ്ഠമായ രണ്ട് കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിനെ ഓർത്ത് കരയുക. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത്ത് ഐനാഹു എന്ന് അള്ളാഹുവിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് നാം ഓർക്കുക. ഈ റമദാൻ 15 ദിവസം പിന്നിട്ടു. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എനിക്കോ നിങ്ങൾക്കോ ഏതെങ്കിലും ഒരു സമയത്ത്, രാത്രിയാകട്ടെ പകലാകട്ടെ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, നമ്മുടെ പാപങ്ങളെ ഓർത്തുകൊണ്ട്, അത് പുറത്തു കിട്ടാൻ വേണ്ടി നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഒരു വിളി അള്ളാഹുവിനെ വിളിക്കുകയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയോ ചെയ്ത് കേൾക്കുമ്പോഴോ അതിൻ്റെ ആശയം ആഴത്തിൽ മനസ്സിൽ പതിച്ചുകൊണ്ട് കണ്ണിൽ നിന്നൊരിച്ച് കണ്ണുനീർ വീണിട്ടുണ്ടോ എങ്കിൽ നമുക്ക് നരകം നിഷിദ്ധമായിരിക്കും. അത് ഉണ്ടാകാൻ വളരെ പ്രയാസമാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ. കാരണം നമ്മളുടെ മനസ്സ് അത്രമാത്രം പാകപ്പെടുന്നില്ല. അത് പോരാ, മനസ്സാ രൂപത്തിൽ പാകപ്പെട്ട് വരണം. അതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ ഓർത്ത്
അവന്റെ മാർഗത്തിൽ ചെയ്യാവുന്നതെല്ലാം ചെയ്ത് നരകത്തിലെ പുകയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും സുരക്ഷിതരാകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ എന്തോ ആകട്ടെ, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതിന് അപ്പം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഒരിക്കലും അത് മറന്നു പോകരുത് എന്ന് ഉണർത്തുകയാണ്. ഇങ്ങനെ നാം ചിന്തിക്കുമ്പോൾ പരിശുദ്ധ റമളാനെ കുറിച്ച് അതിൻ്റെ മറ്റൊരു കോണിലേക്ക് റമളാൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അത് ത്യാഗത്തിൻ്റെതാണ്, ജിഹാദിൻ്റെതാണ്, ഒഴിവാക്കലിൻ്റെതാണ്. ആ ഒരു കോണും കൂടി റമളാനുമായി ബന്ധപ്പെട്ട് നാം ഓർക്കേണ്ടതുണ്ട്. കാരണം റമളാൻ ത്യാഗത്തിൻ്റെ നാളുകളാണ്. ത്യജിക്കുകയാണ്, വേണ്ടെന്ന് വെക്കുകയാണ്, ഭക്ഷണം വേണ്ടെന്ന് വെക്കുകയാണ്, പാനീയം വേണ്ടെന്ന് വെക്കുകയാണ്, തൻ്റെ അനുവദനീയമായ ഇണ പകൽ സമയത്ത് വേണ്ടെന്ന് വെക്കുകയാണ്, തൻ്റെ മറ്റ് ശരീരേച്ഛകളൊക്കെ ഒഴിവാക്കുകയാണ്, തൻ്റെ സംസാരം താൻ സൂക്ഷിക്കുകയാണ്, എല്ലാ പ്രവൃത്തികളും അവൻ വളരെ സുരക്ഷിതത്വത്തോടുകൂടി ചെയ്തു പോവുകയാണ്, കരുതലോടും ജാഗ്രതയോടും കൂടി നിലനിർത്തിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തുന്നത് ഈ പറഞ്ഞ നിയന്ത്രണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഞാൻ ഓതിവെച്ച വചനം സൂറത്തുൽ അങ്കബൂത്തിലെ ഏറ്റവും അവസാനത്തെ വചനമാണ്. വല്ലദീന ജാഹദൂ ഫീന ലനഹ്ദിയന്നഹും സുബുലന വ ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. റമളാനുമായി ബന്ധപ്പെടുത്തിയ ആ വചനം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. നമ്മളുടെ കാര്യത്തിൽ ത്യാഗത്തിന് തയ്യാറാകുന്നവർ, ത്യജിക്കാൻ തയ്യാറാകുന്നവർ, ജിഹാദിന് തയ്യാറാകുന്നവർ, ലനഹ്ദിയന്നഹും സുബുലന, നമ്മളുടെ മാർഗത്തിലേക്കുള്ള വഴി അവർക്ക് നാം കാണിച്ചു കൊടുക്കും, അവരെ നാം നയിച്ചു കൊണ്ടുപോകും. വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, തീർച്ചയായും അള്ളാഹു നന്മ ചെയ്യുന്നവരോടൊപ്പമാകുന്നു. ഇതാണ് ആ വചനത്തിന്റെ സാരം. ആ ജിഹാദിന്റെ നാളുകൾ കൂടിയാണിത്. ജിഹാദ് എന്ന് പറയുമ്പോൾ ധനം കൊണ്ട് ജിഹാദുണ്ട്, ശരീരം കൊണ്ട് ജിഹാദുണ്ട്, അതുപോലെ തന്നെ സ്വന്തം ശരീരത്തോട് ജിഹാദുണ്ട്, ഖുർആൻ കൊണ്ട് ജിഹാദുണ്ട്. ജിഹാദ് എന്ന് പറയുന്ന ആ ഒരു പദത്തിന്റെ വിശാലത വളരെ വലുതാണ്. അത് കേവലം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് ജിഹാദിനെ മാറ്റി നിർത്തി അതിനെ മോശമായ നിലയിൽ ചിത്രീകരിക്കപ്പെടുകയും വിലയിരുത്തപ്പെടുകയും അങ്ങനെ ഈ ഉമ്മത്തിനെ മോശമായി ആയ ആൾക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അജ്ഞതയുടെ പരിണിത ഫലമാണ്. യാഥാർത്ഥ്യം അതല്ല. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും യുദ്ധമല്ല. അത് യുദ്ധം ഉൾപ്പെടെയുള്ള അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ജിഹാദ്. വിശുദ്ധ ഖുർആൻ ഉടനീളം നമുക്കത് കാണാം. ധനം കൊണ്ടുള്ള ജിഹാദ്, ശരീരം കൊണ്ടുള്ള ജിഹാദ്, ഇതൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആ ജിഹാദിന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ യുദ്ധം വേണ്ടി വന്നാൽ അതും ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. തന്നെയുമല്ല, വിശുദ്ധ ഖുർആനിൽ യുദ്ധത്തിന് പ്രയോഗിച്ചിട്ടുള്ള പദം ഖിത്താലാണ്. ഖിത്താല് എന്ന അറബി പദമാണ് യുദ്ധത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലദീന യുഖാതിലൂന ഫീ സബീലില്ലാഹ്, ഇത് നമുക്ക് ഖുർആനിൽ കാണാം. അല്ലദീന യുജാഹിദൂന ഫീ സബീലില്ലാഹ്, ഇതും നമുക്ക് ഖുർആനിൽ കാണാം. ഈ വേർതിരിവ് നമ്മളെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. ഏതായിരുന്നാലും റമളാൻ നമ്മളെ ഒന്ന് നിയന്ത്രിച്ചു നിർത്തുന്ന, പലതും വേണ്ടെന്ന് വെക്കുന്ന നാളുകളാണ് എങ്കിൽ ആ നിയന്ത്രണവും ആ വേണ്ടെന്ന് വെക്കലും നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യമാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സംയമനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന നാളുകളാണ് റമളാൻ. സൗമ് എന്ന അറബി പദത്തിന് ഇംസാക്ക് എന്ന മറ്റൊരു അറബി പദം നമുക്ക് കാണാം. ഇംസാക്ക് എന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തുക എന്നാണ്, നിയന്ത്രിക്കുക എന്നാണ്. അപ്പൊ കോപം വരുമ്പോൾ നിയന്ത്രിക്കണം, അനാവശ്യ സംസാരിക്കാൻ നോക്കുമ്പോൾ നിയന്ത്രിക്കണം, ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ എല്ലാ നിയന്ത്രണങ്ങളും കൂടി കടന്നു വരുമ്പോഴാണ് ഈ സൗമ് അഥവാ നോമ്പാവുക. അത് തന്നെയാണ് അതിൻ്റെ മറ്റൊരു ഭാഗമായി വരുന്ന ക്ഷമ എന്ന് പറയുന്നത്. ക്ഷമയില്ലെങ്കിൽ നോമ്പ് പിടിക്കാൻ കഴിയില്ല. ക്ഷമയില്ലെങ്കിൽ നമുക്കൊന്നിനെയും അതിജയിക്കാനും കഴിയില്ല. ആ രൂപത്തിൽ നമ്മളെ പാകപ്പെടുത്തുകയാണ് റമളാൻ ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് കൂടി ഉണ്ടാവുക. കാരണം ഇന്നമാ യുവഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമിക്കുന്നവർക്ക് കയ്യും കണക്കുമില്ലാത്ത പ്രതിഫലമാണ് അള്ളാഹു കൊടുക്കുന്നത് എന്ന ഈ റമളാനൊക്കെ, ഈ നോമ്പിനൊക്കെ ഇത്രമാത്രം പ്രതിഫലം നമുക്ക് ഓഫർ ചെയ്യപ്പെട്ടതും ഈ ക്ഷമയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് നാം തിരിച്ചറിയുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കയറ്റവും ഇറക്കവും
ജയവും പരാജയവും സന്തോഷവും സന്താപവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ആ നിലയിൽ വരുമ്പോൾ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നുമില്ല എന്ന് വിചാരിച്ച് ഇനി ജീവിതം തന്നെ വേണ്ട എന്ന് ചിന്തിക്കുന്ന ദയനീയമായ അവസ്ഥയിലേക്ക് ചെന്നുപെടാൻ കാരണം ഈ പറഞ്ഞ ജിഹാദി മനോഭാവം, യുദ്ധം ചെയ്യലല്ലോ, തന്നെ നിയന്ത്രിച്ചു നിർത്തുന്ന മനോഭാവം, ത്യജിക്കുന്ന മനോഭാവം, തന്നെ സംയമനത്തിന്റെ പാതയിലൂടെ കൊണ്ടുപോകുന്ന, ഒന്ന് ചിന്തിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്ന രൂപമൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് ഇതുപോലുള്ള ചിന്തകളിലേക്ക് എത്തുക. അപ്പൊ നാം തിരിച്ചറിയേണ്ടത്, ജീവിതത്തിൽ ഏത് കഷ്ടപ്പാടുണ്ടെങ്കിലും അത് കഴിഞ്ഞാൽ ഒരു വിജയമുണ്ടാകും. ഖുർആൻ പറഞ്ഞത് ഇന്ന മഅൽ ഉസ്രി യുസ്ര എന്നാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്ര എന്ന് 2 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏത് നിരാശയ്ക്ക് ശേഷവും ഒരു പ്രതീക്ഷയുണ്ട്. ഏത് പരാജയത്തിൻ്റെയും ഉള്ളിൽ ഒരു വിജയം കുടിയിരിക്കും. ഇരുട്ട് ഭേദിച്ചിട്ടാണ് വെളിച്ചം വരിക. അതുപോലെ തന്നെ രാത്രി ഭേദിച്ചാണ് പകലുണ്ടാവുക. ഇതൊക്കെ ദൈനംദിനം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ ഇഷ്യൂസ് വരുമ്പോഴേക്കും പിന്നെ ഒരിക്കലും ഖിന്നരാവുകയോ നിരാശരാവുകയോ ചെയ്യേണ്ടതില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഒരു വിജയം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ഏറ്റവും വലിയ ഒരു സന്ദേശവും കൂടി ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് ഈ റമദാൻ മാസത്തിൽ നടന്ന ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്ത പോകേണ്ടത്. നമുക്കറിയാം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ 13 വർഷക്കാലം മക്കയിൽ എല്ലാം സഹിച്ചാണ് ജീവിച്ചത്. ക്ഷമയുടെ അങ്ങേ അറ്റത്തിലെത്തിയാണ് പ്രവാചകനും അനുയായികളും ജീവിച്ചത്. അവസാനം അവിടെ ജീവിക്കാൻ അനുവാദം നൽകാതെ അവകാശം നിഷേധിച്ചപ്പോൾ അവിടെ നിന്ന് മദീനയിലേക്ക്, യഥരിബിലേക്ക് ഹിജ്റ പോകുന്നു. അവിടെ ചെന്ന് അവിടെ ജീവിക്കാൻ, അവരോടൊപ്പം സഹകരിച്ചു പോകാൻ, സഹായിക്കാൻ തയ്യാറായവരോടൊപ്പം ഇടകലർന്ന് ജീവിച്ച് സമാധാനത്തോടെ പോകാം എന്ന് തീരുമാനിച്ചപ്പോൾ, എന്ന് വിചാരിച്ച് ജീവിക്കുമ്പോൾ അവിടെയും സ്വസ്ഥതയും സ്വൈര്യവും കൊടുക്കാതെ വന്നപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിരോധത്തിന് അഥവാ തിരിച്ചടിക്കുവാൻ അനുവാദം നൽകിയത്. 13 വർഷക്കാലം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞില്ല. അതേസമയം 15 വർഷം പിന്നിട്ടു നബുവത്ത് കിട്ടിയതിന് ശേഷം. അതിനുശേഷം മാത്രമാണ് ഒരു തിരിച്ചടിക്ക് അനുവാദം നൽകുന്നത്. അങ്ങനെ തിരിച്ചടിക്ക് അനുവാദം നൽകപ്പെട്ട, അത് ഞാൻ ഈ പറഞ്ഞതാണ് കാരണം, യുദ്ധത്തിന് വേണ്ടി ഒരു യുദ്ധമെന്നോ എല്ലാത്തിനെയും നശിപ്പിക്കാൻ വേണ്ടി ഒരു യുദ്ധമെന്നോ ഉള്ള നിലയിലല്ല ബദർ യുദ്ധത്തെ നാം കാണേണ്ടത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, യുദ്ധമില്ലാത്ത ലോകം നമുക്ക് സങ്കല്പിക്കാം, സ്വപ്നം കാണാം. പക്ഷേ മനുഷ്യന്റെ ജീവിതത്തിൽ, മനുഷ്യ ജീവിത ചരിത്രത്തിൽ നാം പരിശോധിച്ച് നോക്കിയാൽ മനുഷ്യന്റെ ജീവിതത്തോടൊപ്പം തന്നെ, ആ ചരിത്രത്തോടൊപ്പം തന്നെ യുദ്ധങ്ങളുടെ ചരിത്രങ്ങളും എഴുതി ചേർത്തിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുതയ്ക്ക് നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല. പക്ഷേ അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് ആപേക്ഷികമാണ്. ഓരോന്നുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുക. ഒരിക്കലും ബദർ യുദ്ധം എന്ന് പറയുന്ന റസൂൽ ഉണ്ടാക്കിയ ഒരു യുദ്ധമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ എപ്പോഴും സംഘർഷങ്ങളിൽ നിന്നും സംഘട്ടനങ്ങളിൽ നിന്നും അകന്നു നിന്ന് സംയമനത്തിൻ്റെയും ശാന്തിയുടെയും സഹിഷ്ണുതയുടെയും മാർഗം സ്വീകരിക്കാനാണ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു സ്ഥലത്ത് നമ്മൾ ജീവിക്കുന്നു, അവിടെ നമുക്ക് സ്വൈര്യം തരുന്നില്ല. മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു, അവിടെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുമ്പോൾ അവിടെയും സ്വൈര്യം തരൂല എന്ന് വരുമ്പോൾ സ്വാഭാവികമായും മനുഷ്യ സഹജമായി ഉണ്ടാകാവുന്ന ഒരു തിരിച്ചടി, ആ തിരിച്ചടിക്ക് അല്ലാഹു അനുവാദം കൊടുത്തതാണ് ഹിജ്റ 2-ാം വർഷം റമദാൻ 17 നടന്ന ബദർ യുദ്ധം. ബദർ യുദ്ധത്തിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. യുദ്ധ ചരിത്രത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ഇന്നും യുദ്ധങ്ങളുടെ ഇടയിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വലിയൊരു യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്, നിങ്ങൾ ഇവിടെ നിന്ന് കേൾക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാൻ കഴിയും. എന്നാൽ അങ്ങനെയുള്ള യുദ്ധങ്ങളുടെ കൂട്ടത്തിൽ ഒരിക്കലും ബദർ യുദ്ധത്തിൻ്റെ പേര് എഴുതി ചേർക്കാൻ കഴിയില്ല. ബദർ യുദ്ധത്തിൻ്റെ കാരണങ്ങളും ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട കാരണങ്ങളും ഒക്കെ നാം പരിശോധിച്ച് നോക്കിയാൽ അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വിശദീകരിച്ച് പറയാവുന്ന ഒരു സമയമല്ല, ഒട്ടു നേരവുമില്ല. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഒരു ജനതയുടെ നിലനിൽപ്പ്, ആദർശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചെറുത്തുനിൽപ്പിൻ്റെ പ്രതിരോധ വീര്യമാണ് ബദർ. വളരെ ചുരുങ്ങിയ വാചകങ്ങൾ പറഞ്ഞാൽ അതാണ്, അത്രയേ ഉള്ളൂ.
നിലനിൽപ്പിന് വേണ്ടിയുള്ള, ചെറുത്തുനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം, അത്രയുള്ളൂ. സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതെ മറ്റൊരു നാട്ടിൽ പോകുന്നു, അവിടെയും അനുവദിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് അള്ളാഹു അനുവാദം കൊടുത്തപ്പോഴല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. സൂറത്തുൽ ഹജ്ജിലെ 39-40 വചനങ്ങളാണ് അതിന് അനുവാദം കൊടുത്തത്. ഉദ്നലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ്. ഇതാണ് അതിന്റെ കാരണം. യുദ്ധം അനുവദിച്ചുകൊണ്ട്, തിരിച്ചടിക്ക് അനുവദിച്ചുകൊണ്ട്, പ്രതിരോധത്തിന് അനുവദിച്ചുകൊണ്ട് അള്ളാഹു അവതരിപ്പിച്ച വചനമാണ് സൂറത്തുൽ ഹജ്ജിലെ ഈ 39-40 വചനങ്ങൾ. അതിൽ പറയുന്നുണ്ട്, മർദ്ദിതരായതിന്റെ പേരിൽ യുദ്ധം അനുവദിക്കപ്പെട്ടു. അവരെ സഹായിക്കാൻ അള്ളാഹു ശക്തനാണ്. ആരാണവർ? അവരുടെ വീടുകളിൽ നിന്നും അവരുടെ നാടുകളിൽ നിന്നും അന്യായമായി അവർ പുറത്താക്കപ്പെട്ടു. അവർ പറഞ്ഞ തെറ്റെന്താ? ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്, അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് പറഞ്ഞു എന്നതല്ലാതെ ഒരു തെറ്റും അവർ ചെയ്തിരുന്നില്ല. അതിന്റെ പേരിൽ അവരെ പുറത്താക്കപ്പെട്ടു. ഇനി അവര് ഒന്ന് പ്രതിരോധിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ഇവിടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും യുദ്ധത്തിന്റെ കാരണങ്ങൾ ചികഞ്ഞു നോക്കുമ്പോൾ ലോകത്തൊരുപാട് യുദ്ധങ്ങൾ, 1-ാം ലോകമഹായുദ്ധം, 2-ാം ലോകമഹായുദ്ധം, ഇങ്ങനെ യുദ്ധങ്ങളുടെ കണക്കൊരുപാടുണ്ട് നമ്മുടെ അതാ ഞാൻ പറഞ്ഞത്, ഒരിക്കലും യുദ്ധമില്ലാത്ത ഒരു ലോകം എന്നുള്ളത് വെറും സങ്കല്പവും സ്വപ്നവുമാണ്. ഉണ്ടാകാതിരിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആ നിലയിൽ വരുമ്പോൾ ഇവിടെ നാം പരിശോധിച്ച് നോക്കുമ്പോൾ സാധാരണയായി അധികാരമോഹമാണ് യുദ്ധങ്ങളുടെ പിന്നിലുള്ള മെയിൻ കാരണം. മറ്റൊന്ന് സാമ്പത്തികമായ താല്പര്യമാണ്. മൂന്നാമത്തതൊന്ന് വെട്ടിപ്പിടുത്തമാണ്. ഈ 3 കാരണങ്ങളാണ് സാധാരണയായി ലോകത്ത് നടന്നിട്ടുള്ള യുദ്ധങ്ങൾ, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം അതുതന്നെയാണ്. എന്നാൽ അള്ളാഹു യുദ്ധം അനുവദിച്ചത് ജീവിക്കാനുള്ള മനുഷ്യന്റെ ന്യായമായ അവകാശത്തിന് വേണ്ടി മാത്രമാണ്. ഇതാണ് ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. അതുപോലെ സത്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാ, അസത്യത്തിന്റെ ഇല്ലായ്മയ്ക്ക് വേണ്ടിയാ. ഖുർആൻ പറയുന്നുണ്ട്, ലിയഹ്ലിക മൻ ഹലക അൻ ബയ്യിനത്തിൻ വയഹിയ മൻ ഹയ്യ അൻ ബയ്യിനത്തിൻ. നശിക്കുന്നവൻ തെളിവോടുകൂടി നശിക്കണം, ജീവിച്ചിരിക്കുന്നവൻ തെളിവ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. അതിനായിരുന്നു ബദർ എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. കാരണം ആശങ്കകളുടെയും അതുപോലെ തന്നെ ചിന്തകളില്ലാത്തതിൻ്റെയും പേരിൽ മോശമായ വിശ്വാസങ്ങളും ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചിരുന്നവരായിരുന്നുവല്ലോ അവർ. അപ്പൊ യുദ്ധം അനുവദിച്ചത് ഇതിനു വേണ്ടിയിട്ടാണെന്നാണ്. ഇതാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. ബദറും ഖുർആനും റമദാനുമായി ഒക്കെ ബന്ധമുണ്ട്. വിശുദ്ധ ഖുർആന് ഫുർഖാൻ എന്ന ഒരു വിശേഷണമുണ്ട് ഖുർആനിൽ. അതേപോലെ തന്നെ ബദർ യുദ്ധത്തിനും ഒരു പേരുണ്ട്, യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിച്ച ദിവസം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇങ്ങനെ ഈ യുദ്ധം നടന്നു. നമുക്കറിയാം 313 പേരും 1000 പേരും തമ്മിലാണ് യുദ്ധം നടന്നത്. ഇതൊക്കെ ചരിത്രവും കഥയും അറിയാം, അതിലേക്കല്ല ഞാൻ പോകുന്നത്. അതിൽ നമുക്ക് ഉൾക്കൊള്ളേണ്ട ചില പാഠങ്ങളുണ്ട്. ആ പാഠം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, 1 ഈമാന്റെ ദാർഢ്യത, വിശ്വാസത്തിന്റെ ദാർഢ്യത. 2 തഖ്വ, സൂക്ഷ്മതയുടെ ആവശ്യകത. 3 സബർ, സംയമനത്തിന്റെയും ക്ഷമയുടെയും ആവശ്യകത. 4 തവക്കുൽ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിന്റെ ആവശ്യകത. 5 ഷൂറ, കൂടിയാലോചന. ആ കൂടിയാലോചനയുടെ നേതൃത്വത്തിൽ നേതാവിനെ അനുസരിക്കുക എന്നുള്ള ഇത്താഅത്ത്. പിന്നെ അതുപോലെ തന്നെ ഐക്യം, അൽ വഹിദ, ഐക്യം. പിന്നെ അള്ളാഹുവിനോട് മാത്രമുള്ള പ്രാർത്ഥനയ്ക്ക് നൽകുന്ന സഹായം. ഇങ്ങനെ ഒരുപാട് തലങ്ങളിലൂടെ കടന്നു പോകുന്നു. ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്, അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അപ്പൊ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി നോക്കുക, ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ അത് യുദ്ധങ്ങളുടെ മതമാണ് അല്ല. പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ യുദ്ധക്കൊതിയനാണ്, ഒരിക്കലുമല്ല. ഖുർആൻ എന്ന് പറയുമ്പോൾ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന ഗ്രന്ഥമാണ്, അല്ലേ അല്ല. പിന്നെ ഇതൊക്കെ എവിടുന്ന് വന്നു? ഇങ്ങനെ പ്രചരിപ്പിക്കുകയും ദുഷ്പ്രചരണം നടത്തുകയും ചെയ്യുന്നവർ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികളും അതുപോലുള്ള ആൾക്കാരുമായി മാറുന്നത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഖുലഫാഉർ റാഷിദുകളുടെ കാലത്തും
ഒക്കെ നാം എടുത്തു നോക്കിയാൽ ആ നല്ല കാലഘട്ടമുണ്ടല്ലോ, ഖൈറുൽ ഖുറൂനി ഖർനി എന്ന് പറഞ്ഞ ആ നല്ല കാലഘട്ടങ്ങളിൽ നാം എടുത്തു നോക്കിയാൽ നടന്ന യുദ്ധം എത്ര എന്ന്, ആ അത്രയും നീണ്ട വർഷങ്ങളിൽ നടന്ന യുദ്ധം ചിലപ്പോൾ ഒരു 50-ൽ താഴെയോ അല്ലെങ്കിൽ 100-ന് താഴെയോ ആയിരിക്കുള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ. അതിന് ചെറിയ ചെറിയ യുദ്ധങ്ങൾ, വലിയ യുദ്ധങ്ങളൊക്കെ ആയിട്ട്. ഇനി ഇതിൽ മരിച്ചു വീണവരുടെ എണ്ണം നാം എടുത്തു നോക്കിയാലോ വളരെ കുറച്ച് മാത്രമാണ്. ഇപ്പം നിങ്ങൾ നോക്ക്, ബദർ യുദ്ധത്തിൽ ആകെ 70 മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് 70 പേർ കൊല്ലപ്പെട്ടു, മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് 14 പേർ മാത്രമാണ് വധിക്കപ്പെട്ടത്. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങളിൽ നിന്ന് 70 പേർ വധിക്കപ്പെട്ടു. ഇങ്ങനെ ഓരോ യുദ്ധത്തിൽ നാം എടുത്തു നോക്കിയാൽ ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് അങ്ങേയറ്റം നമ്മൾ എണ്ണിയാൽ ഈ യുദ്ധങ്ങളുടെ ഒക്കെ കാലത്തുകൂടി ആകെ കഴിഞ്ഞു പോയത് ഒരു 5000-ന് താഴെ ആളുകൾ രണ്ടു ഭാഗത്തും കൂടി ഉണ്ടാവും. ഇതാണോ യുദ്ധക്കൊതിയനായ പ്രവാചകൻ? ഇതാണോ യുദ്ധം പ്രേരിപ്പിക്കുന്ന ഖുർആൻ? ഇതാണോ യുദ്ധം കൊണ്ട് ജീവിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം? ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ്. അതേസമയം ലോകമഹായുദ്ധങ്ങളിൽ ഇവിടെ കഴിഞ്ഞുപോയ മരിച്ചു വീണ നിരപരാധികളുടെ എണ്ണം എത്രയാണെന്ന് ആലോചിച്ച് നോക്കുക. എന്തിനാ അത്ര ദൂരത്തേക്ക് പോകുന്നത്? കഴിഞ്ഞ 25 വർഷമായി അമേരിക്കയുടെ മാത്രം യുദ്ധവെറി അതുകൊണ്ട് കൊന്നു തള്ളപ്പെട്ടത് 10 ലക്ഷം മുസ്ലിങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ശരാശരി 150 നിരപരാധികളായ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അതിന്റെ ഭാഗമെന്നോണാണല്ലോ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം. നിരപരാധികളാണല്ലോ കൊല്ലപ്പെടുന്നത്. സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികളുടെ നേർക്ക് മിസൈലുകൾ അയച്ചാൽ അവറ്റകൾ മരിക്കും. 100-120-ലധികം പെൺകുട്ടികൾ മരിച്ച് നമ്മൾ വായിച്ചതാ. നിരപരാധികളെ കൊന്നൊടുക്കുക. അപ്പം ഒരു ദിവസം ശരാശരി 150 നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടുപോകുന്ന ഈ ഭീകരവാദത്തിന് ഭീകരവാദം എന്ന് നമ്മൾ പേര് പറയില്ല. കാരണം അത് കോട്ടിട്ട ഭീകരവാദമാണ്. അതുകൊണ്ട് നമ്മൾ പറയാറില്ല ഭീകരവാദം എന്ന്. ഇതാണ് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും വലിയ ഭീകരവാദം ഇതല്ലെങ്കിൽ പിന്നെ ഏതാണ് ഭീകരവാദം? ഇങ്ങനെ കൊന്നൊടുക്കുക, മനുഷ്യരെ, മുസ്ലിമീങ്ങളെ ഇങ്ങനെ കൊന്നൊടുക്കുക. അപ്പൊ അതുമല്ല, ഈ 25 വർഷങ്ങൾക്കിടയിൽ അവരാക്രമിച്ച രാഷ്ട്രങ്ങൾ അഫ്ഗാനിസ്ഥാനുണ്ട്, ഇറാഖുണ്ട്, യമനുണ്ട്, ലിബിയയുണ്ട്, സിറിയയുണ്ട്, വെനസ്വേലയുണ്ട്, നൈജീരിയയുണ്ട്, ഇറാനുണ്ട്. ഒക്കെ ഏത് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണെന്ന് ആലോചിച്ച് നോക്ക്. ഇതൊന്നും കാണാൻ ഈ ലോകത്ത് ആർക്കും കണ്ണുകളില്ല. എവിടെങ്കിലും ഒരു മുസ്ലിമിന്റെ നാമമുള്ള ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് മാത്രം ഭീകരവാദം. അങ്ങനെ മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന രാഷ്ട്രമുണ്ടെങ്കിൽ ആ രാഷ്ട്രങ്ങൾ ഭീകരവാദത്തിന്റെ രാഷ്ട്രം. കാലം എന്താണാവോ ഇത് മനസ്സിലാക്കുന്ന ഒരു സമയം വരും. ഇൻഷാ അല്ലാഹ് വരാതൊന്നും ഇരിക്കില്ല. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് പരിശുദ്ധ ഇസ്ലാമിൽ ഇങ്ങനെ യുദ്ധങ്ങൾ കൊണ്ട് വെട്ടിപ്പിടിച്ച ഒരു സന്ദേശമല്ല എന്ന് തിരിച്ചറിയുക. അത് ആശയത്തിന്റെ ആദർശത്തിന്റെ വളർച്ചയാ. നിങ്ങൾ നോക്കൂ, ബദർ യുദ്ധം എന്ന് പറയുന്നത് ആദർശത്തിന്റെ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ശത്രുക്കളും തമ്മിലായിരുന്നില്ല യുദ്ധം, ബന്ധുക്കളും തമ്മിലായിരുന്നു യുദ്ധം. ഒറ്റ സംഭവം മാത്രം ഞാൻ പറയട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ ബദർ യുദ്ധത്തിൽ പിതാവിനെതിരായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് പ്രവാചകനൊപ്പം, അബ്ദുറഹ്മാൻ അബൂജഹലിനോടൊപ്പം. അങ്ങനെയാണ് രണ്ടുപേരും യുദ്ധം നടത്തിയത്. അവസാനം യുദ്ധമൊക്കെ കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇസ്ലാം ആയതിനു ശേഷം വാപ്പയോട് പറഞ്ഞ വാക്കുണ്ട്, ഉപ്പാ, ബദർ യുദ്ധ കളത്തിൽ എന്റെ വാളിന്റെ മുമ്പിൽ എത്ര പ്രാവശ്യം നിങ്ങൾ വന്നിട്ടുണ്ടെന്നറിയുമോ? പക്ഷേ ഉപ്പായോടുള്ള സ്നേഹമാണ് അങ്ങയുടെ നേർക്ക് വാളുയർത്താൻ എന്നെ തടഞ്ഞു നിർത്തിയത് എന്ന് അബ്ദുറഹ്മാൻ പറയുന്നു. ഇത് കേട്ട ആദർശത്തിന്റെ ധീര പോരാളിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നീ എങ്ങാനും ബദർ യുദ്ധവേളയിൽ എന്റെ വാളിന്റെ മുമ്പിൽ നീ വന്നിരുന്നുവെങ്കിൽ നിന്റെ കഥ ഞാൻ കഴിക്കുമായിരുന്നു എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇതാണ് ആദർശം. ഈ ആദർശ ബന്ധത്തിന്റെ വിജയം കൂടിയായിരുന്നു ബദർ എന്ന് നാം തിരിച്ചറിയുക. ആ ബദർ യുദ്ധം ആ രൂപത്തിൽ അവസാനിച്ച് നമുക്കൊരുപാട് മാതൃകകൾ ബാക്കിയാക്കി പോയിട്ടുണ്ട് എങ്കിൽ, പാഠങ്ങൾ ബാക്കിയാക്കി പോയിട്ടുണ്ട് എങ്കിൽ, ആ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിന് പകരം
ആ ബദർ യുദ്ധം നടന്ന ദിവസം ഒരാഘോഷമാക്കി മാറ്റി മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി കൂട്ടരുതേ എന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. കാരണം നമ്മളോടൊക്കെ പറയും, നിങ്ങൾക്ക് ബദരീങ്ങളെ ഇഷ്ടമല്ല, നിങ്ങൾക്ക് ബദരീങ്ങളോട് സ്നേഹമില്ല, നിങ്ങൾ ആണ്ട് നടത്തുന്നില്ല, നിങ്ങൾ മൗലിദ് നടത്തുന്നില്ല, അതില്ല ഇതില്ല, നമ്മളെയൊക്കെ പറയാറുണ്ട്, കേൾക്കാൻ തയ്യാറാണ്. പക്ഷേ ബദരീങ്ങളോട് സ്നേഹമില്ല എന്ന് മാത്രം പറയരുത്. കാരണം ബദരീങ്ങളെ സ്നേഹിക്കാതെ നമുക്ക് വിശ്വാസികളാകാൻ കഴിയില്ല. പക്ഷേ ആ സ്നേഹം ആഘോഷത്തിന്റെ പേരിലോ ഇതുപോലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ ആവില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന ആദ്യത്തെ ബദരി എങ്ങനെയാണോ അതിനെ കണ്ടത് അതുപോലെ നമ്മൾ കാണുകയുള്ളൂ. അബൂബക്കർ സിദ്ദീഖ് എങ്ങനെയാണോ കണ്ടത് അതുപോലെ കാണുകയുള്ളൂ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ബദർ യുദ്ധത്തിന് പങ്കെടുത്ത ആളല്ല, എന്നിട്ട് പോലും ബദരിന്റെ പദവി കിട്ടിയ ആളാണ്. അവരൊക്കെ എങ്ങനെ കണ്ടുവോ അതുപോലെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അവരെന്തിനു വേണ്ടി ത്യാഗം അനുഭവിച്ചു, അതിനുവേണ്ടി ത്യാഗം അനുഭവിക്കുവാൻ. അവരെന്തിനു വേണ്ടി ജീവിച്ചുവോ അതിനുവേണ്ടി ജീവിക്കുവാൻ. അവരെന്തിനു വേണ്ടി മരിച്ചുവോ അതിനുവേണ്ടി മരിക്കുവാൻ ഞാനും തയ്യാറാണ് എന്ന് ഓരോ വിശ്വാസിയും പ്രഖ്യാപിക്കേണ്ട ദിവസമാണ് ഈ റമദാൻ 17 എന്ന ഒരു ബോധം നമുക്കുണ്ടാവുക. ആഘോഷങ്ങൾ വേണ്ട. ബദരീങ്ങൾ അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചതിന്റെ പേരിലാണ് യുദ്ധം ചെയ്യേണ്ടി വന്നത് എങ്കിൽ നമ്മൾ ആ ബദരീങ്ങളോട് തന്നെ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന മനോഭാവമാണ് എങ്കിൽ ആ ബദരീങ്ങളോടുള്ള സ്നേഹം നമുക്കാവശ്യമില്ല, നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും ഈ പരിശുദ്ധ റമദാൻ വിജയത്തിന്റെയും പോരാട്ടത്തിന്റെയും നാളുകൾ കൂടിയാണ്. അതിലേറ്റവും മുന്നിൽ നിൽക്കുന്നതാണ് ബദർ, പിന്നെ ഖന്തഖുണ്ട്, മക്ക വിജയമുണ്ട്, അങ്ങനെ പലതും പിന്നാലെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു മാസത്തിൽ ഒരുപാട് പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന നാം പ്രതീക്ഷ ഒട്ടും കൈവിടാതെ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണത്തിന് വിജയത്തിന് തയ്യാറാവുക. ബദരീങ്ങളെ യഥാവിധി സ്നേഹിക്കുക, ഉൾക്കൊള്ളുക, അവരുടെ പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ 4 ദിവസം പിന്നിടുമ്പോൾ റമദാനിലെ അവസാനത്തെ 10ലേക്ക് നാം കടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. റമദാനിലെ അവസാനത്തെ 10ന്റെ ശ്രേഷ്ഠ നമുക്കെല്ലാവർക്കും അറിയാം. വിശുദ്ധ ഖുർആൻ അവതരണീയമായ ഒരു രാത്രി ഉൾക്കൊള്ളുന്നു അവസാനത്തെ 10. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ അല്ലാത്തപ്പോൾ പരിശ്രമിച്ചിരുന്നത് റമദാൻ മാസത്തിലും റമദാൻ മാസത്തിലെ മറ്റ് ദിവസങ്ങളെക്കാൾ കൂടുതൽ പരിശ്രമിച്ചിരുന്നത് റമദാനിലെ അവസാനത്തെ 10ലുമായിരുന്നു എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എങ്കിൽ അതിലേക്ക് കടക്കാനുള്ള ഒരുങ്ങാനുള്ള അവസരമാണ് അവസാനത്തെ 10. അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ നമുക്ക് കരഗതമായിട്ട് അത് നേടിയെടുക്കാൻ കഴിയാത്തവന് എല്ലാ നന്മകളും തടയപ്പെടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ആഴത്തിൽ നമുക്കറിയാം. എന്നിരുന്നാലും ഇൻഷാ അല്ലാഹ് വിശദീകരിക്കപ്പെട്ട ശ്രേഷ്ഠത മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിലേക്ക് നാം കടക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ധന്യമായ നാളുകളെ ഏറ്റവും നല്ല നിലയിൽ സ്വീകരിച്ച് തൻ്റേതാക്കി മാറ്റി ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലം നേടിയെടുത്ത് സർവ്വ നന്മകളും ആർജിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തിപ്പെടുവാനുള്ള ശ്രമം നടത്തുക. അതിന് അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പശ്ചിമേഷ്യയിലുണ്ടായിരിക്കുന്ന പ്രയാസങ്ങൾ എത്രയും വേഗം നീങ്ങുവാനും ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് സമാധാനം
പെട്ടെന്ന് ലഭ്യമാകാനും സർവശക്തനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ കെടുതികൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ വിഷമങ്ങളെ അള്ളാഹു അകറ്റിക്കൊടുക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും നാം ഏവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, സഹോദരന്മാർ, സഹോദരികൾ, ഉറ്റ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ ഗുരുനാഥന്മാർ, എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മുടെ മുമ്പേ നടന്നു നീങ്ങിയ നമ്മുടെ നേതാക്കൾ, അവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന തലമുറ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ മാർഗത്തിലൂടെ എന്നും ചരിക്കുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. തെറ്റുകളുടെ കെടുതികളിലേക്ക് എടുത്തറിയപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് അവർക്ക് അള്ളാഹു മോചനം നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളും അതുപോലുള്ളവരുമെല്ലാം ഇപ്പോൾ പരീക്ഷ സന്ദർഭത്തിലാണ്. അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പരീക്ഷകൾ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ഉന്നത വിജയം നേടുവാനുള്ള തൗഫീഖ് അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر جيوش المسلمين. اللهم انصر جيوش المسلمين. اللهم انصر جيوش المسلمين. اللهم دمر أعداءك وأعداء دينك يا أرحم الراحمين. اللهم ارحمنا يا أرحم الراحمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.